ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചൊരാളായിരുന്നു ഉമർ ഖാലിദ്. CAA പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് JNUവിൽ നടന്ന പ്രതിഷേധത്തിലാണ് ഉമർ ഖാലിദ് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾ നടത്തിയത്, ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ സുരക്ഷാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ ജയിലിലാക്കി. അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉമർ ഖാലിദിനെ വിട്ടയക്കണം, അതുപോലെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം, അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഈ CJP സമരത്തിൻ്റെ ഭാഗമാവുകയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ ആവശ്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത്? അവരുടെ കൺസേൺ, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിവാദമായിട്ടുള്ള നീറ്റ് ചോദ്യപേപ്പർ വിഷയമല്ലേ? രാജ്യത്തെ യുവജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ലേ അവരുടെ യഥാർത്ഥത്തിലുള്ള കൺസേൺ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം ഘടകങ്ങൾ കൊണ്ട് ഈ CJP സമരം പല ആളുകളും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ രംഗത്ത് വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് ഉപയോഗിക്കാൻ പറ്റിയ കൃത്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ CJPയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള നാഷണൽ സ്പോക്സ് പേഴ്സൺ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഞങ്ങൾ 4 മുദ്രാവാക്യങ്ങൾ മാത്രമേ ഒഫീഷ്യലി അലോ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ആ 4 മുദ്രാവാക്യങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഏതൊക്കെയാണ് ആ മുദ്രാവാക്യങ്ങൾ? ഒന്ന്, ഭാരത് മാതാ കി ജയ്. രണ്ടാമത്, ജയ് ഭീം. മൂന്നാമത് എന്ന് പറയുന്നത് ഇൻകുലാബ് സിന്ദാബാദ്. നാലാമത് എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. മറ്റ് മുദ്രാവാക്യങ്ങളൊന്നും ഞങ്ങൾ അലോ ചെയ്യുന്നതല്ല. കാരണം നെഗറ്റീവായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിട്ട് അതൊക്കെ ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നവർ ഈ 4 മുദ്രാവാക്യങ്ങൾ വിളിക്കണം എന്നുള്ളതാണ് ഈ സ്പോക്സ് പേഴ്സണൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ പോലും, അതായത് ഇദ്ദേഹം CJP എന്തുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉൾപ്പെടുത്തി? അത് ഒരു സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു മുദ്രാവാക്യമല്ലേ? ആ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല സുഡാപ്പികളും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ CJPയുടെ ഈ ഒരു വലിയ സമരം തീർച്ചയായിട്ടും നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കർശനമായിട്ടുള്ള മോദി ഇന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശിക്ഷ നൽകണം. ഇതിനൊപ്പമാണ് നമ്മൾ. പക്ഷേ എന്തിനാണ് ഇവിടെ ഈ ഉമർ ഖാലിദിനെ പോലുള്ള ആളുകളെ ഫ്രീ ആക്കണം, ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ എന്തിനാണ് ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ളൊരു സംഗതി. ഇപ്പം പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ, പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള സെലിബ്രിറ്റികൾ, ടൊവിനോ തോമസിനെ പോലുള്ളവർ ഒക്കെ ഇതിന് പിന്തുണ അറിയിക്കുകയാണ്. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും കേരളത്തിൽ കുറേയധികം സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേരളയിൽ സമരം നടന്നിട്ടുണ്ട്. PSCയിലെ തെറ്റായ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം ആശമാർ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ളൊരു സമരമുണ്ട്. ഇതിനോടൊന്നും ഒരു അനുകൂലമായിട്ടുള്ള സമീപനമോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പോലും ഇത്തരത്തിൽ ഇപ്പോൾ മോദിയെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡൽഹിയിലെ സമരത്തിനൊപ്പം നിൽക്കുന്ന സെലിബ്രിറ്റികൾ ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെയായിരുന്നു ഇവരുടെയൊക്കെ ഈ ജനാധിപത്യ ബോധം ആ സമയങ്ങളിൽ എന്ന കാര്യവും ഇപ്പം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളെയും വിലയിരുത്തുന്നത്? അത് ഗൗതമി, ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഡൽഹിയിൽ ജന്തർ മന്ദിൽ ഇന്നലെ നടന്ന സമരം എന്തിനു വേണ്ടിയായിരുന്നു? നീറ്റ് പരീക്ഷ കാലാകാലങ്ങളായി നടക്കുമ്പോൾ ആ പരീക്ഷയിൽ ക്രമക്കേടുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു തവണയല്ല, പലതവണ. അപ്പോൾ ചോദ്യപേപ്പർ ചോരുക എന്നുള്ളത് അതിനു വേണ്ടി ബുദ്ധിമുട്ടി ഇല്ലാത്ത പണം കണ്ടെത്തി അറിയാം. മെഡിക്കൽ കോഴ്സിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കുട്ടികൾ ഒരു ജീവിതം മുഴുവൻ അതിനുവേണ്ടി അവർ ഹോമിച്ചുകൊണ്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയത്ത് യാതൊരു തരത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ, യാതൊരു നിലവാരവും പുലർത്താതെ പൈസ കൊണ്ട് മാത്രം ചില കോച്ചിങ് സെൻറ്ററുകളിൽ പഠിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർത്തപ്പെട്ടത്. ഇനി അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണെങ്കിലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 4 മുദ്രാവാക്യങ്ങൾ, ഈ 4 മുദ്രാവാക്യങ്ങൾ ആരാണ് ഉയർത്തിയെന്നുള്ളത് നമുക്ക് വലിയ വിഷയങ്ങളുണ്ട്. കാരണം അവർ പറഞ്ഞിരുന്നത് ആദ്യത്തെ കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കൂടാതെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് മനം നൊന്ത്
കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം, ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും കൊടുക്കണം. തുടർന്ന് ഇത്തരം പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇനി മേലിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു ഉറപ്പ്, ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കണ്ടീഷൻസ് അതാണ്, അവരുടെ ഡിമാൻഡ്സ് അതാണ്. ഏത് തരത്തിലാണ് ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെടുത്തി കുറ്റപ്പെടുത്താനാവുക എന്നുള്ളത് ഈ സമരം ചെയ്യുന്നവരാരെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ? ചോദ്യപേപ്പർ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രസ്സിൽ അതീവ സുരക്ഷിതമായി ബന്ദോബസ്തായി പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏതൊക്കെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ, ആരുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി ചാർട്ട് ചെയ്ത പ്രകാരം പോലീസ് ബന്ദോബസ്തിൽ സീൽ ചെയ്ത ഈ ചോദ്യപേപ്പറുകൾ അതാത് പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ എവിടെയും ഈ പരീക്ഷാ പേപ്പർ ലീക്ക് ഔട്ട് ആയിട്ടില്ല, എവിടെയും ഇത് ചോർന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ നീറ്റ് എക്സാം എടുത്ത് കോൺട്രാക്ട് ബേസിൽ ഇതെടുത്ത് നടത്തുന്ന ചില സെൻറ്ററുകളുണ്ട്, തീർത്തും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഈ നീറ്റ് എക്സാം എഴുതാൻ പോയ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ പോലും പര്യാപ്തമല്ലാത്ത പല സെൻറ്ററുകളും, അതായത് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും സൗകര്യമില്ലാത്ത, വെള്ളമോ അല്ലെങ്കിൽ ശുചിയായ ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളോ പോലും ഇല്ലാത്ത അത്രത്തോളം ശോചനീയമായ ചില സെൻറ്ററുകൾക്കാണ് ഇത് കോൺട്രാക്ട് ബേസിൽ അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഫരീദാബാദിലെ ഒരു സെൻറ്ററിൽ നിന്നിട്ടാണ് ഈ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നത്. ഈ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതാകട്ടെ നീറ്റ് പഠനത്തിന് വേണ്ടി കോച്ചിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മുതലാളിക്ക്, ഉടമയ്ക്ക് ഈ ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചോദ്യപേപ്പർ മുഴുവനായി മൊബൈലിൽ പകർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഫരീദാബാദിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ, പരീക്ഷ നടത്തിപ്പിന് ചുമതലപ്പെട്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൻ ചെയ്തത്. അവിടെയാണ് ഈ ചോദ്യപേപ്പർ ചോരുന്നത്. ഇവിടെ സർക്കാരുമായി ഇതിന് എങ്ങനെ നേരിട്ട് ബന്ധം വരുന്നത്? സർക്കാരുമായിട്ട്, മോദി സർക്കാരുമായിട്ട് ഇതിന് ബന്ധം വരുന്നില്ല. പക്ഷെ ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം, ഇങ്ങനെയൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അവരത് കൈകാര്യം ചെയ്യണമായിരുന്നു. ആ രീതിയിലാണ് മോദി സർക്കാരിന് തെറ്റുപറ്റിയത്. മോദി സർക്കാരിന് അവിടെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ധാർമ്മികമായ ബാധ്യതയും വന്നത്. ഇനി ഇതിൻ്റെ പേരിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ധാരാളം സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ പരാതി പറഞ്ഞു, അല്ലെങ്കിൽ അവർ വളരെ വിഷമത്തോടു കൂടി ഈ വിഷയത്തിന് അനുഭാവം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മളതിനെ മാനിക്കുന്നു. പക്ഷേ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലും സമാനമായ ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു. PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റി. എന്തിന് PSC എന്ന പ്രസ്ഥാനം തന്നെ വെള്ളാനയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഈ PSCയിലുള്ള ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരെയും പിൻവാതിലൂടെ നിയമിച്ചത് ഈ പിണറായി വിജയൻ സർക്കാരാണ്. യാതൊരു പണിയും എടുക്കാതെ ലക്ഷക്കണക്കിന്, അതായത് കോടിക്കണക്കിന് രൂപയാണ് ഈ PSCയുടെ ആ കാലാവധി കണക്കിലെടുത്ത് ഇവർ എഴുതി മേടിക്കുന്നത്. ഇതിലൊന്നും ആർക്കും ഒരു പരാതിയും ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പോട്ടെ, കേരളത്തിലെ ചെറുതും വലുതുമായ ഏതെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആരെങ്കിലും എന്തെങ്കിലും ബന്ധപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ടോവിനോ ഒക്കെ ആശാസമരത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ടോവിനോ ആശാസമരത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ആശാസമരം ആദ്യം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ നമ്മുടെ ആർക്കൈവ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സാധിക്കും. ഒത്തിരി വാർത്തകൾ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ടോവിന് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ തിരിച്ചറിയുന്നത് 2018 പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ടോവിനോ ആ പ്രളയരംഗത്തുണ്ടായിരുന്നു. തീർച്ചയായും അത് നമ്മൾ അനുസ്മരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കേരളത്തിലെ വിഷയങ്ങൾ നോക്കൂ. ആശാവർക്കർമാരുടെ സമരം തീരെ ചെറിയ സമരമായിരുന്നു, ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു സമരമായിരുന്നു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി രാവും പകലും ഇറങ്ങിത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ, അവരിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമായ ആളുകളുണ്ട്, ഏതാണ്ട് 18 വയസ്സിന് മുകളിലുള്ളവരും 60 വയസ്സിൻ്റെ അടുത്തെത്തിയ ആളുകൾ തന്നെയായിരുന്നു ആശാവർക്കർമാർ. അന്ന് തിരുവനന്തപുരത്ത് 1.5 വർഷത്തിലേറെ കാലം സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലത്തും പെരുമഴയത്തും സമരം ചെയ്തത്. അപ്പോൾ അവർ ടെൻറ്റ് കെട്ടി സമരം ചെയ്ത ടെൻറ്റ് പോലും
പാതിരാക്കി പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ് പൊളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എവിടെയായിരുന്നു നമ്മൾ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഇത്തരം ആളുകൾ, ഇന്ന് പ്രതികരിച്ച ആളുകൾ? ഈ പൊരി വെയിലത്തും പെരുമഴയത്തും നിന്ന് സമരം ചെയ്ത ആളുകൾ ടിക്കറ്റ് എടുത്ത് ഇവരുടെ എല്ലാവരുടെയും സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാകും, യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ പോലും ഇടപെടാത്ത ആളുകൾ നീറ്റിൻ്റെ പ്രശ്നത്തിൽ മാത്രം ഇടപെടുമ്പോൾ അതിൻ്റെ അനൗചിത്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ, അവരവരുടെ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടായ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയം, സർക്കാർ തലത്തിൽ നരേന്ദ്രമോദി ഈ വിഷയം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മോദി സർക്കാരിനുണ്ട്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് ഉത്തരവാദി കേന്ദ്ര സർക്കാർ തന്നെയാണ്. അവര് അതിന് രാജിവെപ്പിക്കുക തന്നെയാണ്. ഇതിലിപ്പം എല്ലാവരും പിന്തുണയ്ക്കുകയാണ്. എല്ലാവരും പിന്തുണയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJPയുടെ കോയമ്പത്തൂരിലെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ ഇപ്പം BJP വിട്ടു. അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിനിടെ നീറ്റ് ചോർന്നത് 3 തവണയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. 5 വർഷത്തിനിടെ നീറ്റ് ചോർന്നത് 3 തവണയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനില്ലേ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് NDA 2014 അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അത് കോൺഗ്രസിനെതിരെ, UPനെതിരെ വലിയൊരു സമരം നയിച്ചുകൊണ്ടാണ്, കറപ്ഷനെതിരെയുള്ള സമരം നയിച്ചുകൊണ്ടാണ്. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ അണ്ണാ ഹസാരെ ഉണ്ടായിരുന്നു. ആ അണ്ണാ ഹസാരെ പോലും ഇപ്പോൾ മുംബൈയിൽ വന്നിട്ട് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതൊരു തരത്തിലുള്ള പ്രയാസവും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാക്കില്ല. ഇത് ചെയ്തിട്ടില്ലെങ്കിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോവുക എന്ന് ഇപ്പോൾ അണ്ണാ ഹസേര പോലും രംഗത്ത് വന്നിട്ട് പറയുന്നു. BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ പലരും രംഗത്ത് വന്നിട്ട് പറയുന്നു. ഇപ്പം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷാണ് ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഐക്യത്തിൽ എല്ലാവർക്കും ഒരേ നിലപാടുണ്ടാകണം എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രവണത ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഡാപ്പിയാക്കുന്നു, അല്ലെങ്കിൽ സംഘിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, ഈ രാജ്യത്തിലെ യുവജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ നീറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് അഭിനന്ദാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില ഇരട്ടത്താപ്പുകൾ സെലിബ്രിറ്റികൾ നടത്തുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർക്കാരിനോടുള്ള മറ്റെന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ ഒക്കെ പേരിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ മുമ്പോട്ട് വയ്ക്കുന്ന നിലപാടുകളെ, അഭിപ്രായങ്ങളെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് ജനങ്ങൾ തീർച്ചയായിട്ടും തിരസ്കരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ജിതേന്ദ്ര സിംഗ് കേന്ദ്രമന്ത്രി, അദ്ദേഹം ഈ ചർച്ച നടത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചർച്ച ഇപ്പോൾ CJPയുടെ അഭിജിത് ദീപ്കെ പറഞ്ഞിട്ടുള്ളത്, ചർച്ച നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ നിങ്ങൾ പറയുന്ന സ്ഥലത്തോ വന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല, ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത്, അതായത് ജന്തർ മന്ദിറിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പം കേന്ദ്രമന്ത്രി. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയൊരു ചർച്ചയുണ്ടാകും. ഇവരുടെ ഈ ഡിമാൻഡ്സ് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി പോലും വെച്ചേക്കാം എന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ ഇപ്പം നമുക്കറിയാം സോനം വാങ്ചുങ് ഏതാണ്ട് 10-20 ദിവസത്തോളം അദ്ദേഹം ഇപ്പോൾ അതിപ്പോൾ ആശുപത്രിയിലാണ്. പക്ഷെ ജന്തർ മന്ദറിൽ ഇത്രയും ദിവസം ഇരുന്നു. ആ സമയത്തൊന്നും നമ്മൾ കോൺഗ്രസിനെ കണ്ടിട്ടില്ല, രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല, അനുകൂലമായിട്ടുള്ള നിലപാട് അറിയിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു സമയം വന്നു എന്ന് കണ്ടപ്പോൾ പൊടുന്നനെ ഓടിച്ചാടി അവിടെ എത്തി കുറേയധികം വിഷ്വൽസിന് വേണ്ടിയിട്ട് നാടകങ്ങൾ കളിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കളിച്ചത് ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള വിജയങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടിയിട്ടുണ്ടാകാം. അത് കളിക്കുന്ന നമ്മൾ കണ്ടു. വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി തന്നെയാണ്. അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ആത്മാർത്ഥമല്ല, ജനങ്ങളെ ഇനി വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്നാണ് സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി കോൺഗ്രസിനെ കുറിച്ചും രാഹുൽ ഗാന്ധിയെ കുറിച്ചും. അല്ല, അതിൽ ഗീതാഞ്ജലിയുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ വാങ്ചുങ്ങിനെ അവിടെ നിന്ന് നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അത് സർക്കാരിന് താല്പര്യമുള്ള ഒരു ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. കാരണം ഈ വാർത്തകൾ ഒരു കാരണവശാലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കോടതി ഇടപെട്ടപ്പോഴാണ് വാങ്ചുങ്ങിന് താല്പര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെയാണ് ഗീതാഞ്ജലി അവർക്ക് കാണാനുള്ള സൗകര്യം കൊടുക്കണം, അവർക്ക് അടുത്ത് നിൽക്കാനുള്ള, പരിചരിക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞു. ഇവിടെ ഗീതാഞ്ജലി പറഞ്ഞ കാര്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ശരിയാണല്ലോ. കാരണം
75 ദിവസം ഒരാൾ നിരാഹാരത്തിലിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മൂക്കിന് താഴെ ജന്തർ മന്ദിറിൽ ഈ വിഷയം നടക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് അറിയാതെ പോയി? അല്ലെങ്കിലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നടന്ന എത്രയെത്ര വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ സമയോചിതമായ രീതിയിൽ നമ്മൾ കണ്ടില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി അവർക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കും എന്നുള്ളൊരു വിഷയമായതിൻ്റെ പേരിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ കുട്ടികളുടെ വിഷയത്തിൽ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ മറ്റു തര രാഷ്ട്രീയ കക്ഷികളായാലും ഇടപെട്ട് ഈ പ്രശ്നം തീർക്കേണ്ടത് ആവശ്യം തന്നെയാണ്, യാതൊരു തർക്കമില്ല. പക്ഷേ ഇത് മൂർധന്യത്തിലേക്ക് വരുന്നത് വരെ കുട്ടികളുടെ തല തല്ലിപ്പൊളിച്ച് ഒരു കുട്ടി ICUവിൽ കോമയിൽ കിടക്കുന്നുണ്ട്, കോമ സ്റ്റേജിൽ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഇത് തള്ളിവിടാതെ കഴിയുന്നത്ര രീതിയിൽ അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ തീർച്ചയായും ഈ പ്രതിപക്ഷത്തിൽ നിന്ന് ഈ ഒരു വിഷയം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ അദ്ദേഹത്തിന് ഉന്നയിക്കാമായിരുന്നു. ഈ പ്രശ്നത്തിൽ കൃത്യമായ രീതിയിൽ സത്വരമായി ഇടപെടാൻ സാധിക്കുമായിരുന്നു, സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ സാധിക്കുമായിരുന്നു. രാഹുൽ ഗാന്ധി സമരപന്തലിലേക്ക് വന്നപ്പോൾ നദ്ദയൊക്കെ അവിടെ ഓടിയെത്തിയല്ലോ, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ യുവാക്കളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇത്. ഏതെങ്കിലും ഒരു പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ, രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കണം, അല്ലെങ്കിൽ നടപ്പിൽ വരുത്തണം. സുസ്ഥിരമായ ഒരു നിയമ സംവിധാനം ഇവിടെ വേണം. കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷ എഴുതുമ്പോൾ അത് പിന്നീട് പിറ്റേ ദിവസം ആ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കുറേ പൈസ കൊടുത്ത് ഏതെങ്കിലും കോച്ചിങ് സെൻറ്റർ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBBS വേണോ, എഞ്ചിനീയറിംഗ് വേണോ, എന്ത് വേണമെങ്കിലും ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും, അരാജകത്വം നടമാടും. ഇത് കൃത്യമായി പ്രതികരിക്കേണ്ട ബാധ്യത ലോക്സഭാ അധ്യക്ഷൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുമ്പം തുടക്കം പറഞ്ഞ കാര്യത്തിൽ നിന്ന് പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മോദിയെ കൊന്നുകളയും, മോദിയുടെ നെഞ്ചത്ത് കയറി നിന്ന് വായിൽ മൂത്രമൊഴിക്കും എന്നൊക്കെയുള്ള പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെയാണ് പലരും പറയുന്നത്. അത്തരത്തിലുള്ള വീഡിയോസ്, വിഷ്വൽസൊക്കെ നമുക്കിപ്പം കാണാൻ പറ്റും. മോദിയെ കൊന്നുകളയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അതൊന്നും അനുകൂലിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ്. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതിൽ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തവരെ കൃത്യമായിട്ട് വളരെ കഠിനമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകണം. ഇനി മുതൽ ഇത്തരത്തിലുള്ള ലീക്ക് ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങളാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനം. അല്ലാതെ മോദിയുടെ വായിൽ കയറി മൂത്രമൊഴിക്കണം എന്നൊക്കെ പറയുന്നവരെ യഥാർത്ഥത്തിൽ തുറങ്കലിൽ അടക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതൊരു അസംസ്കൃത സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം മാത്രമായി അതിൽ കാണാൻ സാധിക്കുള്ളൂ. മോദിയെ വധിക്കുക എന്നുള്ളത്, മോദിയോട് മോശമായി പെരുമാറുക എന്നുള്ളത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അജണ്ടയല്ലല്ലോ. ഇവിടെ രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് എത്രയും പെട്ടെന്ന് പരിഹാര മാർഗം കാണണം. അത് പ്രധാനമന്ത്രിയുടെ തലത്തിൽ നിന്നായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തലത്തിൽ നിന്നായാലും അതിനൊരു പരിഹാരം കാണണം. ജനകീയമായ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ ഒരു സമരം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ തീർച്ചയായും അതിന് പരിഹാരം നിർദ്ദേശിക്കണം. ഒരു സമരത്തിന്റെ ഭാഗമാകുമ്പോൾ എല്ലാവരും അവിടെ കൂടിച്ചേരുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് മനസ്സുള്ള ആളുകളൊക്കെ കൂടിച്ചേരുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെയൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ല, ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടി ഈ പിള്ളേരുടെ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ചില ഗുണ്ടാ സംഘങ്ങൾ വരെ ഇതിൽ ഇറങ്ങി തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് അഭിജിത്ത് ദിഗ്വിജയ് പറഞ്ഞത്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ചേട്ടാ, ഇപ്പം CJPയുടെ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 മുദ്രാവാക്യങ്ങളെ ഞങ്ങൾ അനുവദിക്കുന്നുള്ളൂ. ഒന്ന് ഭാരത് മാതാ കി ജയ് ആണ്, രണ്ടാമത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇൻകുലാബ് സിന്ദാബാദ് നിങ്ങൾക്ക് വിളിക്കാം, ജയ് ഭീം അതും നിങ്ങൾക്ക് വിളിക്കാം. ഇതൊന്നും അധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാത്ത ഒരു നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന മുദ്രാവാക്യങ്ങളാണ്. ഇതിനപ്പുറം മറ്റൊന്നും വിളിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതിനെ ഇപ്പം കുറേ പേര് എതിർക്കുക ചെയ്യുന്നത് അത് എന്താണ് BJP ആയിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ കാവ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണല്ലോ, അത് വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഭാരത് തേരെ തുക്ടാ ഹോങ്കെ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ. ഉമർ ഖാലിദ് CAA പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് JNUവിൽ വിളിച്ചൊരു മുദ്രാവാക്യമാണിത്. അതായത് ഭാരതത്തെ പീസായി മുറിച്ചു കളയും. മറ്റൊരു മുദ്രാവാക്യം കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭാരത് കി ബർബദാദി തക് ജൂങ്ക് രഹേങ്കി. ഇന്ത്യയുടെ നാശം വരെ പോരാട്ടം തുടരും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. കുറേ നാളുകളായിട്ട് ജയിലിൽ കഴിയാണ്, വിട്ടയച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഫ്രീ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമായിട്ട് വരിക ചെയ്യുന്നത്, ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വരിക ചെയ്യുന്നത് ഈ കാശ്മീരിൻ്റെ പ്രത്യേക നിയമം
എന്താണ് എടുത്തു കളഞ്ഞത് വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വരിക ചെയ്യുന്നത്. അത് മാത്രമല്ല അതിൽ നിന്നൊക്കെ തന്നെ ഇത് വ്യക്തമാണ് ഈ സമരമായിട്ട് അതിന് എന്താണ് ബന്ധം. അല്ല, അതേപോലെ FCRA അമെൻമെന്റ് ഉണ്ടല്ലോ, ഈ FCRA അമെൻമെന്റ് അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വരിക ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആളുകൾ നുഴഞ്ഞു കയറി ഈ CJPയുടെ യഥാർത്ഥ നല്ല സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു ആപത്തിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. അല്ല, ഒരു കാര്യം നമുക്ക് ഇതിൽ തീർത്ത് പറയാൻ പറ്റും. ഈ നീറ്റ് പരീക്ഷയിൽ വന്നിരിക്കുന്നത് പോലുള്ള ക്രമക്കേടുകൾ ഒരു കാരണവശാലും വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനെതിരായിട്ടുള്ള ഈ സമരത്തിന് കൃത്യമായ നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാകാൻ പാടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അനാവശ്യമായ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിന് ആ രീതിയിൽ മാത്രമേ കണക്കിലെടുക്കാൻ സാധിക്കുകയുള്ളൂ.